بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد. പ്രിയപ്പെട്ട പഠിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ ഇസ്ലാമിക ചുറ്റുപാടുകൾ എടുത്തു നോക്കിയാൽ കേരളത്തിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ വിവിധ ഗ്രൂപ്പുകളും അതുപോലെ തന്നെ വിവിധ സംഘടനകളും ആയിരക്കണക്കിന് പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നു. പണ്ഡിതന്മാരുടെയും പ്രബോധകന്മാരുടെയും പ്രഭാഷണങ്ങൾക്കോ ക്ലാസ്സുകൾക്കോ ഇന്ന് പഞ്ഞമില്ല, ക്ഷാമമില്ല. ആളുകൾക്ക് കാണുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ അവയിൽ നിന്ന് വ്യതിരിക്തമായി സത്യത്തെയും അസത്യത്തെയും സന്മാർഗത്തെയും ദുർമാർഗത്തെയും വ്യതിരിച്ച് മനസ്സിലാക്കുന്നതിന് പ്രയാസമനുഭവപ്പെടുന്ന അവസ്ഥയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഭാഷണത്തിൻ്റെ പ്രൗഢിയിലും അതിൻ്റെ വാക്ചാരുതയിലും ആകർഷിക്കപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ഗ്രഹിക്കുകയും നമ്മൾ ഓരോ ശ്രോതാക്കളും തന്നെ അവരവരുടെ ആത്യന്തികമായ വിജയത്തിന് ഏതു സ്വീകരിക്കണം, ഏതൊരാളുടെ പ്രഭാഷണത്തെയാണ് അവലംബമാക്കേണ്ടത് എന്നതിനെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടാകേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഞാൻ ഓതി കേൾപ്പിച്ചിരിക്കുന്ന സൂറത്തുൽ ബഖറയിലെ 204, 5, 6 തുടങ്ങിയ വചനങ്ങൾ ഒരു വലിയ സംഭവ പാഠമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആയത്തിൻ്റെ ആശയം മാത്രം മനസ്സിലാക്കിയാൽ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രഭാഷണങ്ങളോടുള്ള സമീപനം എന്തായിരിക്കണമെന്ന്, എത്രമാത്രം ജാഗ്രത പുലർത്തണമെന്നും നമുക്ക് ബോധ്യമാവുക തന്നെ ചെയ്യും. وَمِنَ النَّاسِ مَنْ يُعْجِبُكَ قَوْلُهُ فِي الْحَيَاةِ الدُّنْيَا. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവരുടെ വർത്തമാനങ്ങൾ, ഐഹിക ജീവിതത്തിലുള്ള അവരുടെ സംസാരങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം കൂറും. നിങ്ങൾ വാക്ക് അവരുടെ കണ്ണ് മുഖത്ത് നിന്നെടുക്കാത്ത രീതിയിൽ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ആളുകളുടെ മനസ്സാകർഷിപ്പിക്കുന്ന ഒട്ടനവധി പ്രഭാഷണങ്ങൾ ചുറ്റിലുമുണ്ട്. പ്രബോധകന്മാരിലുമല്ലാത്തവരിലുമുണ്ട്. ചില സദസ്സുകളിൽ ആളുകളുമായി സംവദിച്ചിരിക്കുന്നത് തുടങ്ങിയാൽ ആളുകളുടെ സംസാരത്തിൽ നമ്മൾ അങ്ങോട്ട് മതിമറക്കുകയും ലയിക്കുകയും ചെയ്യും. ആ രീതിയിലുള്ള വാക്ചാരുത ഉള്ള ആളുകളുണ്ട്. എന്നാൽ വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി, തൻ പറയുന്നതൊക്കെ, തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണെന്നതിന് അള്ളാഹുവിനെ തൻ്റെ വാക്കുകളിൽ സംസാരത്തിനിടയ്ക്ക് അവൻ അള്ളാഹുവിനെ വിളിച്ച് സത്യം ചെയ്തുകൊണ്ടേയിരിക്കും. വല്ലാഹി എന്നും വല്ലാഹുവാണ് സത്യമെന്നും ഈ സത്യവചനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സംസാരം മറ്റുള്ള ആളുകളുടെ ശ്രദ്ധയാകർഷിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നു. വഹുവാലദ്ദുൽ ഖിസാം, തർക്കത്തിൻ്റെയും സംവാദങ്ങളുടെയും വേദികളെ തിരിക്കഴിഞ്ഞാൽ കുതർക്കത്തിൻ്റെ ആസാമിയായി അദ്ദേഹം മാറുന്നതാണ്. وإذا تولى سعى في الأرض ليفسد فيها
രംഗത്ത് നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ ശ്രമങ്ങൾ ലിയുഫ്സിദ ഫീഹ, ജനങ്ങൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ ഭൂമിയിൽ ഫസാദുണ്ടാക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. വയുഹ്ലിക്കൽ ഹർസ വന്നസ്ൽ, അതുപോലെ കൃഷികളെയും വരുമാന മാർഗങ്ങളെയും അയാൾ നശിപ്പിച്ചു കൊണ്ടിരിക്കും. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു കുഴപ്പകാരികളായ ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ തർക്കിക്കുകയും സംസാരങ്ങളിൽ അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് തൻ്റെ വാദഗതികളെ സ്ഥാപിക്കുവാൻ വേണ്ടി വാക്കുകൾ കൊണ്ട് അമ്മാനമാടുകയും ചെയ്യുന്നവർ, വൈദാ ഖീല ലഹു തഖില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അവരോട് പരാമർശിക്കുകയും റബ്ബിനെ സൂക്ഷിക്കണട്ടോ എന്ന് അവരോട് പരാമർശിക്കുകയും പറയപ്പെടുകയും ചെയ്താൽ അഖദതുഹുൽ ഇസ്സതു ബിൽ ഇസ്ം, അഭിമാനരോഷം അവനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. പിന്നീട് എന്തെല്ലാം പാപങ്ങൾ ചെയ്യുന്നതിനും അയാൾക്ക് പ്രയാസമുണ്ടാവുകയില്ല. ഫഹസ്ബുഹു ജഹന്നം, അവന് നരകം എമ്പാടും മതിയത്രേ. വലബിഇസൽ മിഹാദ്, തിരിച്ചു ചെല്ലുവാനുള്ള സങ്കേതം എത്ര ചീത്ത. ഈ വചനം അവതരിപ്പിച്ചതിനൊരു പശ്ചാത്തലമുണ്ട് സുഹൃത്തുക്കളെ. അഖ്നസ് ബിൻ ശുറൈഖ് അസ്സഖഫി എന്ന് പറയുന്ന ബനു സുഹറയുടെ ഹരീഫീങ്ങളായ സഖ്യകക്ഷികളിൽപ്പെട്ട ഒരു പ്രഗത്ഭനായ വ്യക്തിയായിരുന്നു അഖ്നസ് ശുറൈഖ് അസ്സഖഫി. അദ്ദേഹം ഒരിക്കൽ പ്രവാചക തിരുമേനിയുടെ സദസ്സിൽ വന്നു. താൻ മുസ്ലിമായിട്ടുണ്ടെന്നും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തൻ്റെ വരവിൻ്റെ ലക്ഷ്യം ഇസ്ലാം മനസ്സിലാക്കലാണെന്നൊക്കെ അദ്ദേഹം തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആണയിട്ട് സത്യം ചെയ്ത് ശപഥം ചെയ്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്നമാ ജിഇതു ലിഉരീദുൽ ഇസ്ലാം, ഇസ്ലാം ആശ്ലേഷിക്കണം. വല്ലാഹു യഅലമു ഇന്നി ലസാദിഖുൻ, ഞാൻ സത്യസന്ധനാണെന്നതിന് അല്ലാഹു സാക്ഷിയാണ് എന്ന് പറഞ്ഞ് പ്രവാചക സന്നിധിയിൽ പറഞ്ഞ് വന്ന് സത്യം ചെയ്തുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാനാണെന്ന് വ്യാജേന ശപഥം ചെയ്ത മനുഷ്യൻ പ്രവാചക തിരുമേനി പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിച്ചു. എന്നിട്ട് അതിനുശേഷം അയാൾ പ്രവാചക സന്നിധിയിൽ നിന്ന് തിരിച്ചു പോയി. പോകുന്ന വഴിയിൽ കണ്ടയിടത്തൊക്കെ അയാൾ പ്രശ്നങ്ങളുണ്ടാക്കി, ഫിത്നകളുണ്ടാക്കി, ഫസാദുണ്ടാക്കി. മുസ്ലിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു ജനതയുടെ കൃഷിയിടങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ, അതുപോലെ തന്നെ അവരുടെ കാലിസമ്പത്തുകൾക്കിടയിലൂടെ നടന്നു പോയപ്പോൾ ആ കൃഷിയെ മുഴുവനും ചുട്ടരിച്ച് തൻ്റെ മുമ്പിൽ കണ്ട ഒട്ടകക്കൂട്ടങ്ങളെ മുഴുവനും അരുങ്കൊല ചെയ്തുകൊണ്ടാണ് അവൻ പോയത്. ഇത് പറഞ്ഞുകൊണ്ടാണ്, ഈ സംഭവത്തിലാണ് ഈ വചനം അവതരിപ്പിച്ചത്. പ്രവാചക സന്നിധിയിൽ വന്നുകൊണ്ട് പോലും അല്ലാഹുവിൻ്റെ പേരിൽ ശപഥം ചെയ്തുകൊണ്ട് താൻ രംഗത്ത് സജീവമാണെന്ന് വാക്കിലൂടെ അമ്മാനമാടി പ്രവാചകനെ ബോധ്യപ്പെടുത്തി സദസ്സിൽ നിന്ന് പിന്മാറിയപ്പോൾ ഫിതനകൾ ഉണ്ടാക്കുകയും ഫസാദുണ്ടാക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ, അവരെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ വഹ്യ് അവതരിപ്പിച്ചു. നാമും ആളുകളുടെ അമ്മാനമാടിക്കൊണ്ടുള്ള വാക്കുകളിൽ ഇത്തരം ദുർഗുണങ്ങൾ അവരിൽ പ്രകടമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ ദുർഗുണങ്ങളുള്ള ആളുകളെ നാം അവഗണിക്കുക. ഇടയ്ക്കിടയ്ക്ക് അല്ലാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ടിരിക്കുകയും അലദ്ദുൽ ഖിസാം, കുതർക്കത്തിൻ്റെ ആസാമിയായിരിക്കുകയും ചെയ്യും. സംസാര രംഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ ഫിതനകൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ വരുമാന മാർഗങ്ങളെയും കാലികളെയും കൃഷികളെയും നശിപ്പിക്കുക. ഇത്തരം ആളുകളെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത്തരം ആളുകളോട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം സുഹൃത്തേ എന്ന് ഗുണദോഷിക്കുമ്പോൾ, നിന്നെ ഉപദേശിക്കാൻ മാത്രം മറ്റാരുണ്ടെന്നുള്ള ധാർഷ്ട്യവും അതുപോലെ തന്നെ ദുരഭിമാനബോധവും പിന്നീട് അങ്ങോട്ട് തെറ്റുകളുടെയും
അനീതികളുടെയും അക്രമങ്ങളുടെയും മാർഗങ്ങൾ അനുധാവനം ചെയ്യുന്ന അവസ്ഥ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടായിക്കൂടാ. അവർക്ക് അല്ലാഹു ശക്തമായ വാണിംഗ് നൽകുന്നു. അല്ലാഹു ഒരിക്കലും തന്നെ ഈ ഫസാദ് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അത്തരം ആളുകൾക്ക് പതിക്കാനിരിക്കുന്നത്, മടങ്ങിച്ചൊല്ലാനിരിക്കുന്നത് ജഹന്നമാണ്. അത് എത്രമാത്രം ശീത്താണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും വാക്കുകളിൽ മാത്രമല്ല അവരുടെ വ്യക്തികളുടെ ജീവിതത്തെയും അതുപോലെ തന്നെ എത്രമാത്രം അവർ നന്മയുടെ വാഹകരാണ് എന്നതും എപ്പോഴും നാം പരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഒരു വിശ്വാസി പ്രത്യക്ഷവും പരോക്ഷവുമായ രംഗങ്ങളിൽ ധാരാളമായി നന്മകൾ ചെയ്യുകയും നന്മയുടെ വാഹകരായിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടതത്രേ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നു നിന്ന് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.